വീട്ടിനകത്തിരുന്ന് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. കുറെ നാളല്ലേ ഇപ്പൊ വർഷങ്ങളായി നമ്മൾ ഈ ചാലഞ്ച് വീഡിയോ ചെയ്തിട്ട്. നേരത്തെ നമ്മൾ ഫാമിലി ചാലഞ്ച് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമാണ് ന്യൂ ഇയർ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ ഞങ്ങളിങ്ങനെ ഓർത്തു ശരി ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് അറിയാം, ലാംഗ്വേജ് ചാലഞ്ച് ആണ്. ഇതൊക്കെ എന്ത്? അപ്പൊ നമ്മളാണെങ്കിലും 3 പേരും 3 ഭാഷയാണ്. ഒരേ വീട് ഒരേ ഫാമിലി ആണെങ്കിലും ഇപ്പൊ ഏട്ടൻ തമിഴ്, ഞാൻ മലയാളം, വിക്കി പിന്നെ രണ്ടും ഉണ്ട്, പിന്നെ ഇംഗ്ലീഷാണ്. സാധാ കൃഷി കുടുംബ. പിന്നെ ഞങ്ങൾ ഓർത്തു ഇങ്ങനെ വേർഡ്സ് പറഞ്ഞിട്ട് മലയാളം വേർഡ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ തമിഴ് ഏട്ടനും അതുപോലെ അതിന്റെ ഇംഗ്ലീഷ് വിക്കിക്കും അറിയോന്ന് നോക്കണം. അപ്പൊ നമ്മളെന്തായാലും ഒരു ഫാമിലിയിൽ ഇരുന്നിട്ട് നമ്മൾക്ക് ഈ ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അറിയുന്നുള്ളത് നോക്കാനാണ്. ഭയങ്കരം തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അത് വിക്കി പറഞ്ഞ വേർഡ്സ്. ഞാൻ വേർഡ്സ് ഒക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. വിക്കിക്ക് അതിന്റെ മലയാളം അറിയാം. ഫസ്റ്റ് പാരസൈറ്റിന്റെ മലയാളം അറിയാം, തമിഴ് എനിക്കറിയാം. പാരസൈറ്റ്സ് പറഞ്ഞ മലയാളം എന്താണ്? അയ്യോ, ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളതിനെ ഇപ്പൊ ഒരു മരത്തിൽ പാരസൈറ്റ് പറഞ്ഞാൽ നമ്മൾ പറയും സവൈനിലൊക്കെ പോയി പറഞ്ഞില്ലേ, നോർമൽ പാരസൈറ്റ് പറഞ്ഞാലേ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു സാധനത്തിന്റെ ഇതിട്ട് ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു സാധനം, ഒരു ഇതാണ് പാരസൈറ്റ്. അല്ല, എനിക്കറിയാം പാരസൈറ്റ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത്തിൽ കണ്ണിയൊക്കെ പാരസൈറ്റ് അല്ലേ? ഇതെവിടെ നിന്ന് ഇടിയോടൊക്കെ മൈൻഡ്. ഏട്ടന് തമിഴ് അറിയാം. നമ്മളതിന്റെ ഉപ്പ് കഴിക്കേണ്ടി വരും കേട്ടാ. One eternity later. നിക്ക് കല്ലുപ്പാണ് കേട്ടോ. നമ്മള് പറയാത്തവര് ഉപ്പ് കഴിക്കണം. തണ്ണിയൊന്നും വേണ്ട. ഉപ്പ് കുടിച്ചവരല്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതാണ്. നമ്മൾ അവസാനം കുടിക്കാം. മലയാളം ശരി, എനിക്കറിയില്ല. ഞാൻ ഉപ്പ് തിന്ന എനിക്കറിയാം, പക്ഷെ എനിക്കറിയില്ല. ഏട്ടൻ പറ, ചിലപ്പോ അതുമായിട്ട് മലയാളം ബന്ധമുണ്ടാവും. ഇത് ആർക്കും അറിയില്ല. ശരി, ഞാൻ നോക്കട്ടെ. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പൊ ഉപ്പ് തിന്നും. ഉപ്പ് ഏട്ടനെ തെറ്റിച്ചില്ലേ? അടുത്തതിന് ഞാൻ പറയാം. വിക്കിക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിക്കി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ നോക്കാം. അറിയില്ല, ഏട്ടന് അറിയായിരിക്കും ചിലപ്പോ. പുരോഹിതൻ, പൂജാരി. ഏട്ടന് തമിഴ് മറന്നു പോയാ മറ്റേ പാട്ടിടണം. ഉറപ്പാ? എനിക്കറിയില്ല. എനിക്കറിയാം. ജസ്റ്റ് എനിക്ക് ഗസ് ചെയ്തു. പൂജാരി, ഐ മീൻ പുരോഹിതൻ. ഡു യു ഹാവ് എനി ഗസ്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ? ഫ്ലവർ. ശരി, അപ്പൊ കറക്റ്റ്. ഇനി ഏട്ടൻ പറ. എന്ത്? മുഖനൂൽ, ഫേസ് ത്രെഡ്. മുഖനൂൽ, ഫേസ്. ഞാൻ മലയാളമല്ലേ പറയണ്ടേ? ഞാൻ ഇംഗ്ലീഷ് പറയാൻ നിൽക്കുന്നത്, മലയാളം പറയണല്ലേ? ഫേസ്ബുക്കാ? ഫേസ്ബുക്കിന്റെ മലയാളം എന്താ? ഫേസ്ബുക്കിന്റെ മലയാളം മുഖപുസ്തകം. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ. ഫേസ്ബുക്കിന്റെ മലയാളം എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കമന്റ് ലാസ്റ്റ് ആരും ഗൂഗിളിൽ നോക്കി കമന്റ് ചെയ്തത്. തമിഴാണ് ഏറ്റവും ആദ്യത്തെ ഭാഷ അല്ലേ? എന്നുവെച്ചാ എല്ലാ ഭാഷ ഏറ്റവും ആദ്യം ഉണ്ടായ ഭാഷ തമിഴാ. ഫേസ്ബുക്കിന് നമ്മൾക്ക് മുഖപുസ്തകം എന്ന് പറയാം, അങ്ങനെയല്ലേ നമ്മൾ പറയാം. പക്ഷെ അങ്ങനെ ഒരു മലയാളം വേർഡ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ തമിഴാണ് എല്ലാ ലാംഗ്വേജിന്റെ ഒറിജിൻ. അതുകൊണ്ട് തന്നെ എല്ലാ വേർഡ്സിനും തമിഴ് വേർഡ് ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത. നമുക്ക് മലയാളം വേർഡ്സ് ഇല്ല.
അല്ലേ? ശരി, അപ്പം കറക്റ്റ് ആയിട്ടാ. സന്ധ്യ. പേര് ആ പേരല്ല, സന്ധ്യ എന്നുള്ളതിന് ഒരു മീനിങ് ഉണ്ട്. സന്ധ്യ സന്ധ്യ സ്ലാങ്ങിലാണ് சொல்றேனா സന്ധ്യ ഈവനിങ്. ഈവനിങ് ആണ് സന്ധ്യ. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. നീരിയാന, കുഴിയാന. നീരിയാന പറഞ്ഞ വെള്ളത്തിലുള്ള ആന. വെള്ളത്തിലുള്ള ആന എന്താ? നീരിയാന. ഫിഷിനെ പറഞ്ഞ നീരിയാന എന്ന് പറഞ്ഞ ആമ. ஆமா தானே தமிழ்ல சொல்ற மலையாளமும் ஆமா. തമിഴില് ആമയി അല്ലേ? ആമയല്ല. അപ്പൊ വേറെന്താ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഉപ്പ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ആൻസർ പറ. ഹിപ്പോപ്പൊട്ടാമസ്. ഓ, എന്തായാലും കിട്ടില്ല. ഹിപ്പോപ്പൊട്ടാമസിന് മലയാളം ഉണ്ടോ? ഹിപ്പോപ്പൊട്ടാമസ് മലയാളം അതാ. മലയാളത്തില് ഞങ്ങളൊക്കെ ഭയങ്കര ഇംഗ്ലീഷ്. മലയാളം ഒന്നുമില്ല, ഇംഗ്ലീഷിൽ തന്നെ പറയാം. ദൃഢം. 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 ഇത് കിട്ടുന്ന ഞാൻ അറിയില്ലല്ലേ. ഉപ്പ് റെഡിയാക്കി. ഉപ്പ് കഴിച്ച വിക്കിക്ക് വല്ലതും ഉണ്ടാ? ദൃഢം ഇംഗ്ലീഷ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. നമ്മുടെ ക്യാമറയിലെ ചാർജ് തീർന്നു. ഞാനിപ്പോ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ തുടങ്ങാം. തുടങ്ങാന്ന് പറഞ്ഞാൽ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഏട്ടനാണ് ഇനി പറയണ്ടത്. കനിപ്പൊരി. കനിപ്പൊരി. പൊരിയാണ്. പൊരി കഴിക്കണ പൊരി. കനിപ്പൊരി ഈസിയാണ്. കനിപ്പൊരിയുടെ മലയാളം അതെ. ഇൻസ്റ്റാഗ്രാമ, ഫേസ്ബുക്ക് പറഞ്ഞപ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാം. കനിപ്പൊരി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണതാ. പക്ഷെ ഈ വേർഡൊന്നും ഞാൻ തമിഴിൽ കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, ആരും കേട്ടിട്ടുണ്ടാവില്ല. മൊബൈൽ ഫോൺ, പെന്ന്, ബുക്ക്, ലാപ്ടോപ്പ്. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഐപാഡ്. ലാപ്ടോപ്പിന്റെ കിട്ടണം. ഡെസ്ക്ടോപ്പ്, കമ്പ്യൂട്ടർ. ആ ലാപ്ടോപ്പ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് എന്താ പറഞ്ഞത്? മലയാളത്തിൽ എന്താ പറയാ? അപ്പൊ ഇതെന്താ കനി? നീ പറഞ്ഞാൽ അറിയില്ല. വിക്കി കറക്റ്റ് ആയി. വിക്കി ലാപ്ടോപ്പ് ഒക്കെ നമ്മളിപ്പോഴത്തെ സാഹചര്യം. ശരി, അതൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞത്. എനിക്കറിയോ സാഹചര്യം? ഇന്ന് ഞാനിപ്പോ എത്ര ഉപ്പ് തിന്നെന്ന് എനിക്ക് അറിയില്ല. മൊത്തത്തിൽ ഉപ്പ് തന്നെ തിന്നെന്തോന്നും ഒന്നും പറഞ്ഞില്ല. ഭയങ്കര എളുപ്പമായിരിക്കും വിചാരിച്ചിരുന്നതാ ഞാൻ. പക്ഷെ ഇത് വിചാരിക്കണ പോലെ അല്ല. ക്ലൂ പറഞ്ഞ ഓരോരുത്തരുടെ സാഹചര്യം എന്ന് പറയില്ലേ? ഉപ്പ് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. സാഹചര്യം എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ് എന്നൊക്കെ പറയില്ലേ? മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് പറഞ്ഞാൽ മാസ്റ്റർ പീസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര മുഖ്യമായിട്ടുള്ളത്. മാസ്റ്റർ പീസിന്റെ മലയാളം എന്താ? എനിക്കൊന്നും കിട്ടണില്ലല്ലോ. തലൈ സിറந்த പടയ്പ്പ്. ഓ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ? ശരി, മലയാളത്തിൽ എന്താ നോക്ക്? മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും 1/2a log a plus x is equal to അറിയില്ല മിസ്. ഉത്കൃഷ്ട കർമ്മം. ഒരുവന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായ കൃഷ്ടകർമ്മം. ഉത്കൃഷ്ട കർമ്മം ആണ് മാസ്റ്റർ പീസിന്റെ മലയാളം. ദൈവമേ, വിക്കിക്കുട്ടനെ ഉപ്പ് തിന്നിപ്പിക്കും. ഞാൻ ചെറിയ ഉപ്പ് എടുക്കാം. വിക്കിക്കും കൂടെ പറ്റുന്നതാ. അത് കയ്യിലിരുന്നോട്ടെ. എനിക്ക് എന്തായാലും ഉപ്പ് തിന്നേണ്ടി വരും. വെറുതെ എന്തിനാ അവിടെ പോയിട്ട് എടുക്കുന്നത്? നീല. അങ്ങനെ എല്ലാ കളറും പറയരുത്. ഒരു കളർ പറ. ഒരു ബ്ലൂ. തമിഴിലെന്താ? നീല എന്നുള്ളത് നീലം എന്നാണ് പറയാ. അപ്പൊ അത് നീല കളർ. അത് അപ്പൊ ഊതാ കളർ എന്താ? പർപ്പിളാ. വിക്കിക്കും കൂടെ അറിയണ പോലത്തെ ഒരു വേർഡ് പറയണം. മലയാളത്തിലും പച്ച.
കറക്റ്റാ തട്ടിക്കോ. ഹൈബ്രിഡോ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഹൈബ്രിഡ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സങ്കരയിനം അല്ലേ? സങ്കരയിനം അതാണ്. സംസ്കൃത് അത് നോക്കട്ടെ, കൺഫേം ചെയ്യാ, എനിക്കറിയില്ല. സങ്കരയിനം. വിക്കി ചെക്ക് ചെയ്യണ്ട. ശരി, അപ്പൊ കറക്റ്റ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലേ? തമിഴിലും ഉണ്ട്. ഇവനെല്ലാം ഗൂഗിളിൽ നോക്കി സെറ്റ് ആക്കി വെച്ചിരിക്കാം. വിശക്കുന്നു. വിക്കിക്ക് ഉപ്പ്. വിക്കി നേരത്തെ ഉപ്പ് കഴിച്ചാ? അയ്യോ, അതിന് മലയാളം. അതിന് ഇങ്ങനെ തന്നെ. ഇതിന് കുറച്ച് വരയും കുതിര. വരയും കുതിര. കുട്ടിക്ക് മലയാളം അറിയാം. അങ്ങനെ പറഞ്ഞ അറിയില്ല എന്തായാലും. അടുത്ത വിക്കി പറ. വിക്കി പറ. ഇൻക്രീസ് പറഞ്ഞാ കൂട്ടുക. ഇൻക്രീസ് പറഞ്ഞ എന്താ? അധികമാക്കുക. അധികം. ഏട്ടൻ തമിഴിൽ എന്താ പറയണ? അധികം. അപ്പൊ മലയാളത്തിലും അധികം തമിഴല്ലേ? മലയാളത്തിൽ അധികം ഉണ്ട്. അധികം. ഇതിപ്പോ ഗൂഗിള് പറയണത് തന്നെ നമ്മൾ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ പറയും? ശരി, വിക്കി പറ. ഗൂഗിൾ എന്താ പറയണെന്ന് പറയാം. പക്ഷെ അധികം എന്നുള്ളത് വർദ്ധിപ്പിക്കുക. ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു കൂട്ടുക. ഗൂഗിള് പറയണത് തന്നെ നമ്മൾ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ശരി, ഇനി ഏട്ടൻ പറഞ്ഞോ. ഒട്ടക ചിമിങ്ങിയ. ചിമിങ്ങിയ അതെന്താ സാധനം? ജീവിയാ? ഒട്ടക ചിമിങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പുൽച്ചാടിയാ? പുൽച്ചാടി, ഗ്രീൻ ഗ്രാസ്. ഒട്ടക പക്ഷി. ബേർഡല്ല. ബേർഡ്. ഒട്ടക പക്ഷി ബേർഡ്. വല്ലാത്തൊരു ഉപ്പതീറ്റായി എന്റെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്. കഴിച്ചോ? ജിറാഫാണോ? ജിറാഫിന്റെ മലയാളം എന്താ? ജിറാഫിന്റെ മലയാളം ഇല്ലല്ലേ? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അല്ല. ഇത് വിദ്യാഭ്യാസം. ആ ഒരു പ്രോസസ്. അതിന്റെ തമിഴ് പറയണം. എക്സാക്ട് തമിഴ് പറയണം കേട്ടാ, അല്ലെങ്കിൽ ഉപ്പ് തിന്നോ. ഉപ്പ് എന്നെ കൊണ്ട് എത്ര ഉപ്പ് തിന്നിപ്പിച്ച. വിക്കിക്ക് അറിയില്ല. കൽവി എത്ര സിമ്പിൾ വേർഡായിരുന്നു അല്ലേ? മിസ്സാക്കി കളഞ്ഞു. കൽവി. കൽവിന്ന് എനിക്കും അറിയാമായിരുന്നു. കഴിച്ചു. കടങ്കഥ. അപ്പൊ പസിൽ തന്നെ മലയാളം ഇല്ല. ഇതിനെ മാറ്റിയെടുക്കണേ. ഞാൻ ഫസിലിന് മലയാളം ഇല്ല. പക്ഷെ എല്ലാ ഉപ്പ് ഇപ്പൊ ഞാൻ കുറച്ച് തമിഴിലെ വെജിറ്റബിൾസ് അല്ല മലയാളത്തിലെ വെജിറ്റബിൾ പറയും. അത് തമിഴിൽ എങ്ങനെയാണെന്ന് ഏട്ടൻ പറയും. വിക്കിക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും അറിയാണെങ്കിൽ പറ. ജസ്റ്റ് കോവയ്ക്ക. വഴുതിനിങ്ങ. കത്രിക്ക. തക്കാളി. തക്കാളി. ശരി, ഫ്രൂട്ട് പറയാം. അപ്പൊ വിക്കിക്ക് ഈസി അല്ലേ? മാതള നാരങ്ങ. അല്ല, നാരങ്ങ മീൻസ് ലെമൺ ആണ്. മാതളം. തേങ്ങ. തേങ്ങ തന്നെ പറയാം. തണ്ണിമത്തൻ. അന്നാച്ചിപ്പഴം. പൈനാപ്പിൾ. അയ്യോ, ഇംഗ്ലീഷ് അല്ലെ? കൈതച്ചക്ക. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. ഈസി ആയി അല്ലേ? അണ്ണാച്ചിപ്പഴം. ഞാനില്ലേ റീസെന്റ് ആയിട്ട് എവിടെ കേട്ടു, അതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് മനസ്സിലായത് പൈനാപ്പിൾ ആണെന്ന്. ചീരാങ്കണ്ണി. ചീരാങ്കണ്ണിപ്പഴം.
நான் வாங்கி கொடுக்கணும் അതൊന്നും പറ്റില്ല കസ്റ്റഡ് ആപ്പിൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു അതിന്റെ തമിഴ് പറ തമിഴ് അറിയില്ലേ സീതാഫലാണോ സീതാപ്പഴം അത് ഹിന്ദി സീതാപ്പഴം ആ സീതാപ്പഴം ആ എനിക്ക് പറ ഓറഞ്ച് നാരങ്ങപ്പഴം ഓറഞ്ചിനെ ഓറഞ്ചിന് ആക്ച്വലി ഓറഞ്ച് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയാ അല്ലല്ലല്ല തമിഴാണ് എല്ലാത്തിന്റെയും ഒറിജിൻ വേൾഡ് അല്ല ലാംഗ്വേജ് അല്ലേ അപ്പൊ തമിഴ് എന്തായാലും ഉണ്ടാവും എല്ലാ വേർഡും നാരങ്ങ മധുര നാരങ്ങ ആ അതല്ല മധുര നാരങ്ങ എന്നാണ് അപ്പം നമ്മള് ഓറഞ്ചിനെ പറയാ സാത്തുക്കുടി വേറെ ആ ജാനടുത്ത് പുസ്തകം ബുക്ക് പുസ്തകം പുസ്തകോ Which category? ബുക്ക് കാറ്റഗറി ഒന്നുമില്ല ജസ്റ്റ് പുസ്തകം കാക്ക A bird. അതെന്ത് ബേർഡ് ആ ബേർഡ് എന്ന് പറഞ്ഞിട്ട് കാക്ക 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 തന്നെയാ. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഗെയിം എന്തായാലും ഇവിടെ തീരാണ്. ജാനുട്ടി ഉറങ്ങായിരുന്നു ഇത്ര നേരം, ഇപ്പം എന്തായാലും എണീറ്റു. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുൻപുള്ള ചലഞ്ച് വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, എല്ലാവരും ടൈം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇവിടം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ ചീസ് ചീസ്.